ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് നമ്മളെ പിറകോട്ട് വലിക്കുന്ന സാഹചര്യങ്ങളെ തോൽപ്പിച്ചുകൊണ്ട് മുന്നേറാനാണ്. അങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചാൽ നമ്മൾ കരുത്തരാണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആണ് എന്ന് എങ്ങനെ അറിയാം? ഞാൻ പറയുന്ന 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ സ്ട്രോങ് ആണോ എന്ന് മനസ്സിലാക്കാം. നമ്പർ 1, നോ പറയാൻ സാധിക്കുന്നുണ്ടോ? അതെ, നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരോട്, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരോട് സോറി, അത് വേണ്ട, ഇത് കേൾക്കണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ശരികൾക്ക് വില തരാത്തവരോടൊക്കെ നിങ്ങൾക്ക് നോ പറയാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കരുത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. നമ്പർ 2, ഒരു റിലേഷൻഷിപ്പിൽ അത് ഏത് തരത്തിലുള്ളതോ ആവട്ടെ, അവിടെ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടുവോ, സെൽഫ് റെസ്പെക്ട് ഇല്ലാതായി എന്ന് തോന്നി തുടങ്ങുന്നു, നിങ്ങൾക്കൊരു സ്ഥാനമില്ലാതായി എന്ന് തോന്നുന്നു, എങ്കിൽ നിമിഷ നേരം കളയാതെ അത്തരം ബന്ധങ്ങളിൽ നിന്നൊരു ബ്രേക്ക് എടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആണ്. നമ്പർ 3, നിങ്ങൾ ഫോക്കസ്ഡ് ആണ്. അതായത് ജീവിതത്തിൽ എങ്ങനെയായി തീരണം, എവിടെ എത്തണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ മറ്റാരെയും മറ്റൊന്നിനെയും ശ്രദ്ധിക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യും. ആരൊക്കെ തളർത്താൻ നോക്കിയാലും നിങ്ങൾ ചിന്തിച്ചെടുത്ത് നിങ്ങൾ എത്തിയോ, എയിം ചെയ്തത് ക്രാക്ക് ചെയ്തോ, ദെൻ യു ആർ സ്ട്രോങ്. നമ്പർ 4, നമ്മളെ അലോസരപ്പെടുത്തുന്ന എല്ലാ ചിന്തകളും അവഗണിക്കുമ്പോൾ, നമുക്ക് ബെറ്റർമെന്റിനുള്ള സ്കോപ്പ് ഒന്നും ഇല്ലാത്ത കോൺവെർസേഷൻസിൽ നിന്ന് അത് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒഴിവാകാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു, നിങ്ങൾ ഭീരുക്കളല്ല. റിമെമ്പർ, when you avoid dramas, loose talks, all kinds of distractions, it can be said that you are strong. Last but not the least, ഇത് ഏറ്റവും അവസാനം പറയുന്നത് മനഃപൂർവ്വമാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്. എല്ലാം ഇമ്പോർട്ടന്റ് തന്നെ, പക്ഷേ ഇത് നമ്മൾ തന്നെ ചിന്തിക്കണം. നമ്മുടെ മാത്രം ഇൻവോൾവ്മെന്റ്, അതിന്റെ ഫ്രൂട്ടും നമുക്ക് തന്നെ. യെസ്, ഇംപ്രൂവ്മെന്റ്, സ്വയം ഇംപ്രൂവ് ചെയ്യുക. ഇന്നൊരു മിസ്റ്റേക്ക് ചെയ്തെങ്കിൽ അത് മനസ്സിലായി കഴിയുമ്പോൾ ഉടനെ കറക്റ്റ് ചെയ്യുക, നാളെ റൈറ്റ് ആക്കി പോവുക. നമ്മുടെ എഡ്യൂക്കേഷൻ, പ്രൊഫഷൻ, പാഷൻ, ഇൻട്രസ്റ്റ്, തോട്ട്സ്, അങ്ങനെ നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഫാക്ടേഴ്സിനെ നറിഷ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളപ്പോൾ യു റിയലൈസ് ഐ ആം ബെറ്റർ ദാൻ യെസ്റ്റർഡേ. അപ്പോൾ നമ്മൾ സ്ട്രോങ്ങർ ആണെന്നുള്ളൊരു ഫീലിംഗ് നമ്മൾക്ക് തന്നെ മനസ്സിലായി തുടങ്ങും. ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ പഴയ എൻവയറമെന്റിൽ നിന്ന് ഒരുപാട് ദൂരം പോയി കഴിഞ്ഞെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. ഞാൻ ഈ പറഞ്ഞതെല്ലാം വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വളരെ ബേസിക് തിങ്സ് ആണ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റേജിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 4 ബോണസ് ടിപ്പ് കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫേസ് പ്രോബ്ലംസ് ആൻഡ് മൂവ് ഓൺ ഫ്രം ദം. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നല്ലതാണ്, ഒരു പരിധിവരെ ആണ്. അപ്പോഴാണ് നമ്മൾ നമ്മളെ തിരിച്ചറിയുന്നത്, നമ്മളൊന്നും സ്വയം ചിന്തിക്കുന്നത്. ലൈഫ് ഒരു കംഫർട്ട് സോണിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒഴുക്കിനൊത്ത് നമ്മൾ പോകും. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളൊന്ന് ഇരുത്തി ചിന്തിക്കും, എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന്. നമുക്ക് കാലിടറിയിട്ടുണ്ടെങ്കിൽ, തോറ്റു പോയിട്ടുണ്ടെങ്കിൽ കരഞ്ഞു തളർന്നിരിക്കാതെ എഴുന്നേൽക്കണം. അങ്ങനെ തളർന്നിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ തോറ്റുപോകുന്നത്. തോറ്റെടുത്ത് നിന്ന് എഴുന്നേറ്റ് നടക്കുമ്പോഴാണ് നമ്മൾ ജയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുമ്പത്തെക്കാളും റൈറ്റ് ട്രാക്കിലായിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല കഴിവുകളും സാധ്യതകളും അപ്പോഴാകും പ്രകടമാകുന്നത്. സെക്കൻഡ് പോയിന്റ്, മെയിൻറ്റെയിൻ ക്ലോസ് റിലേഷൻഷിപ്സ്. അടുപ്പമുള്ള നല്ല ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുക. അതിപ്പോ കൂടെ പഠിച്ച കൂട്ടുകാരാകാം, ഒപ്പം ജോലി ചെയ്യുന്ന കൊലീഗ്സ് ആകാം, ലൈഫ് പാർട്ട്ണർ ആകാം, സ്വന്തം മക്കളാകാം. അങ്ങനെ നമ്മൾക്ക് പോസിറ്റീവായി കാര്യങ്ങൾ പറഞ്ഞു തരികയും നമ്മുടെ വിന്നിംഗ് പോയിന്റ്സിൽ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുകയും തളർന്നു പോകുമ്പോൾ കൈപിടിച്ച് ഉയർത്തുകയും മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല റിലേഷൻഷിപ്സ്. ഇവിടെ ഇവർ ചെയ്യുന്നത് നെഗറ്റീവായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പോസിറ്റീവ് ആക്കുന്നതല്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കോഴ്സ് ചെയ്തു, ആ കോഴ്സ് വളരെ സക്സസ്ഫുൾ ആയി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അവിടെ നമ്മൾക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസോ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റീസോ കണ്ടെത്താൻ ബുദ്ധിമുട്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മാനസികമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്തൊരു ജോലിയാണെങ്കിൽ നമ്മൾ അതിൽ നിന്നൊന്ന് മാറി നടക്കാൻ ചിന്തിച്ചതേ ഉള്ളൂ, ചെയ്തില്ല. അപ്പോഴേക്കും ഉപദേശക സമിതി അംഗങ്ങൾ എത്തുകയായി. പിന്നെ എന്തിനാണ് ഇത് പഠിച്ചത്, അതിൽ മുന്നേറാൻ കഴിവുകൾ ഉണ്ടാക്കി എടുക്കുകയല്ലേ വേണ്ടത്, നാട്ടുകാർ കേട്ടാൽ എന്തു പറയും, ഇങ്ങനെ പോകുന്നു ചോദ്യങ്ങളുടെയും ഉപദേശങ്ങളുടെയും ശരങ്ങൾ. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ ഗണത്തിൽ പെടുന്നവർ എങ്ങനെ സംസാരിക്കുമെന്നറിയോ? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, എൻകറേജ് ചെയ്യും, അപ്രീഷിയേറ്റ് ചെയ്യും.
എങ്ങനെയെന്നല്ലേ? നിനക്ക് ചെയ്യാൻ പറ്റും, അതിനുള്ള കഴിവ് നിനക്കുണ്ട്. നമ്മൾ എന്തിനാണോ ഇത് തിരഞ്ഞെടുത്തത് അത് നിനക്ക് സാധിക്കും. അപ്പോൾ നമ്മളൊന്ന് ചാർജ് ആവും. അങ്ങനെ നമ്മളെ മെന്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി ആകും. മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് ലെറ്റ് ഗെറ്റ് എൻഗേജ്ഡ് ആൻഡ് ഗ്രോ ഓൺ ദാറ്റ്. എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആവാൻ സാധിച്ചാൽ ലൈഫിന്റെ ടെൻഷനിൽ നിന്ന് ഒരു പരിധി വരെ റിലീഫ് സാധിക്കും. നമുക്ക് ഇഷ്ടമുള്ളത് എന്തുമാകാം. ചിലർക്ക് പ്രാർത്ഥനയിലാവാം ആശ്വാസം കണ്ടെത്താൻ കഴിയുന്നത്, ദേവാലയ ദർശനങ്ങളാവാം, ഡിവോഷണൽ അല്ലെങ്കിൽ മോട്ടിവേഷണൽ സ്പീച്ചസ് ആവാം. അങ്ങനെ എന്തും. നമ്മുടെ സ്കിൽസ് എൻഹാൻസ് ചെയ്യുക. സ്റ്റിച്ചിങ് അറിയുന്നവരാണെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാം. ഗാർഡനിങ്, കുക്കിംഗ്, പെയിന്റിങ്, അങ്ങനെ എന്തുമാകാം. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കോഴ്സുകൾക്ക് ജോയിൻ ചെയ്യാം. ഡ്രൈവിംഗ് പഠിക്കാൻ പോകാം, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്ന വിദ്യാഭ്യാസം റീസ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് അറിയുന്നതും അറിയാത്തതും നമുക്ക് പ്രയോജനം തരുന്നതുമായ എന്തും. അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കതിനെ ആഴത്തിൽ അറിയാൻ ശ്രമിക്കാം. കഷ്ടപ്പെട്ടല്ലോ, ഇഷ്ടപ്പെട്ട് പഠിക്കുകയില്ല, തീർച്ചയായും നേട്ടങ്ങൾ ഉണ്ടാകും. അതുമല്ലെങ്കിൽ ഒരു ജോലിക്ക് പോയി തുടങ്ങാം, സ്വന്തമായി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ നമുക്കൊരു സ്ട്രോങ്ങർ പേഴ്സണാലിറ്റി ആവാം. ഇത് ഫൈനൽ ആണോ എന്ന് ചോദിച്ചാൽ ഫൈനൽ അല്ല. ഫസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇതൊരു മസ്റ്റ് ബി ഡൺ പോയിന്റ് ആണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് വാങ്ങണം, ഒരു ഐസ്ക്രീമോ ഒരു ടോപ്പിയോ വാങ്ങി കഴിക്കണം. എന്തിന്? ഒരു ചെറിയ പൊട്ട് വാങ്ങണം. ചെറുതെങ്കിലും സ്വന്തമായ ഒരു വരുമാനം ഉണ്ടെങ്കിൽ ഇതിന് പോലും പാരന്റ്സിന്റെയോ ലൈഫ് പാർട്ട്ണറുടെയോ എന്തിന് സ്വന്തം മക്കളുടെ മുന്നിൽ പോലും കൈനീട്ടണ്ട. ഇത് നൽകുന്ന ഒരു സ്ട്രെങ്ത്, ഇറ്റ് ഈസ് അൺഇമാജിനബിൾ ആൻഡ് സ്പീച്ച്ലെസ്. അതുകൊണ്ട് അധ്വാനിക്കുക, സമ്പാദിക്കുക, സ്വരുക്കൂട്ടുക. ലൈഫിന്റെ ഏത് സ്റ്റേജിലാണെങ്കിലും നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കുക. ഞാൻ മുന്നേ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും അടിത്തറ പാകുന്നത് ഈ ഒരു ഫാക്ടർ തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേരിട്ടും അല്ലാതെയുമുള്ള ജീവിതാനുഭവങ്ങളാണ്. നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേർ പരീക്ഷിച്ച് വിജയിച്ച ഫാക്ടേഴ്സ്. ഞാൻ ഈ പറഞ്ഞ 9 കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന 5 കാര്യങ്ങളെങ്കിലും നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുക. നമ്പർ 1, എസ്റ്റാബ്ലിഷ് healthy and close relationships. 2, face problems and move on from them. 3, must be focused. 4th, improvements. And 5th point, maintain financial stability. നിങ്ങൾ ഈ 5 പോയിന്റ്സ് എങ്കിലും ലൈഫിൽ ഒന്ന് ഫോളോ ചെയ്തു നോക്കും, തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും. അങ്ങനെ എല്ലാവർക്കും സ്ട്രോങ് ആയിരിക്കാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.